നമസ്കാരം. ഇന്ന് ഞാനിവിടെ നമ്മുടെ ചെറുപയർ പരിപ്പിനെ എങ്ങനെയാണ് ഒരു ഹെൽത്തി സ്നാക്കായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് എന്നുള്ള റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയറിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് 2-3 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ കുതിരാൻ വെക്കണം. 2 മണിക്കൂർ ആയതിന് ശേഷം നമുക്ക് ഇതിലത്തെ വെള്ളത്തിനെ ഒന്ന് അരിപ്പയിൽ വെച്ചിട്ട് ഊറ്റിക്കളയാം. ചെറുപയർ പരിപ്പിലുള്ള ബാക്കി വെള്ളത്തിൻ്റെ അംശത്തിന് കുറച്ചുകൂടി ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണിയിൽ നമുക്കിതിനെ വിരിച്ചിട്ട് ഒരു ഫാൻ ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ ഫാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായി ഡ്രൈ ആയതിന് ശേഷം വേണം നമുക്ക് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ അരിപ്പയിൽ ഇട്ടിട്ട് വേണം എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കടായിലിടുമ്പോൾ നമുക്ക് ചെറുപയർ പരിപ്പിനെ എടുക്കാൻ പറ്റില്ല. പിന്നെ എടുക്കുമ്പോഴേക്കും കളറ് കൂടുതൽ ഡാർക്കായി പോകും. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിപ്പയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ആ ക്രിസ്പിനെസ് വരുമ്പോൾ എടുത്ത് മാറ്റാം. കളർ മഞ്ഞ തന്നെ ആയിരിക്കണം, ക്രിസ്പിനെസ് വന്നാൽ മതി. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലുള്ള എക്സസ് എണ്ണേനെ ടിഷ്യൂ പേപ്പർ ഒന്ന് അത് സോക്ക് ചെയ്തെടുക്കും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ പരിപ്പിൻ്റെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ സ്നാക്ക് പോലെ കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ചെറുപയർ പരിപ്പിന് മിനിമം 2 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് കോട്ടൺ തുണിയിൽ വിരിച്ചിട്ട് അതിലുള്ള എക്സസ് വെള്ളത്തിനെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്